കോൺഗ്രസ് പ്രതിനിധി റെജിനസ് ഉണ്ണിത്താൻ ഇവിടെ ടി ജിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ വിമർശനം സ്വാഭാവികമായും ഭരണകൂടത്തിനെതിരെ കേരള പോലീസിനെതിരെയാണ്. കാരണം ഒരു നോട്ടീസ് അയച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും എത്തുന്ന ടി ജി മോഹൻദാസ് അദ്ദേഹം എല്ലാ കാലഘട്ടങ്ങളിലും ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്തെങ്കിലും പോലീസ് വിളിക്കുന്നുവെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചിലരെ പോലെ നെഞ്ചുവേദന, ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുക, അങ്ങനെയുള്ള കലാപരിപാടികളൊന്നും ചെയ്യുന്ന ആളല്ല ടി ജി. അത് ടി ജിയെ വിമർശിക്കുന്നവർക്ക് വരെ അദ്ദേഹത്തെ അറിയാവുന്നതാണ്, നിലപാടുള്ള ആളാണെന്ന്. പിന്നെ എന്തിനാണ് ഇത്തരം ഒരു നാടകീയ രംഗം സൃഷ്ടിച്ചത്? അതായത് ഇപ്പോൾ ഈ സർക്കാർ നേരിട്ടുകൊണ്ടിരിക്കുന്ന വിവിധ വിഷയങ്ങൾ, അത് പ്രളയക്കെടുതിയുമായി ബന്ധപ്പെട്ടാണെങ്കിലും കടലിൽ കാണാതായവരെ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഇനിയും UPSTയുടെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരമാണെങ്കിലും അതിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിക്കാനാണോ ശ്രീ റെജിൻ ഇങ്ങനെ ഒരു നാടകം സൃഷ്ടിക്കുന്നത്? നോക്കൂ ശ്രീ ഗൗതം, എനിക്ക് മുമ്പ് BJP പ്രതിനിധിയും താങ്കളും ആവർത്തിക്കുന്ന ഓരോ ചോദ്യങ്ങളുണ്ട്. പക്ഷേ നമ്മളെല്ലാം രാഷ്ട്രീയ വിദ്യാർത്ഥികളാണ്, പൊതുപ്രവർത്തകരാണ്. ഈ നാടിനോട് നമുക്കൊരു പ്രതിബദ്ധതയുണ്ട്. ആ പ്രതിബദ്ധതയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ് ഈ ഇരിക്കുന്ന പാനലിസ്റ്റുകളും ഈ മാധ്യമപ്രവർത്തകർ എന്ന രീതിയിൽ താങ്കളും. അപ്പോൾ നമ്മൾ ശബ്ദിക്കുന്നതും നമ്മൾ പറയുന്നതും നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്നതും ഒക്കെ ഏതൊക്കെ രീതിയിലാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. കാരണം നമ്മൾ മാതൃകയാവേണ്ടവരായിട്ട് ആവുന്നവരാണ്. ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെ വക്താക്കളായി അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ നൈതിക ചിന്താഗതക്കാരായി ഒക്കെ ഇരിക്കുന്നവർ, അവരെ മാതൃകയാക്കിക്കൊണ്ടാണ് ആ പാർട്ടിയിൽ ഓരോരുത്തരും കടന്നു വരുന്നത് എന്ന് നമ്മൾ ആദ്യം ആലോചിക്കണം. അപ്പോൾ അദ്ദേഹം പ്രവർത്തിക്കുന്ന പാർട്ടിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ വിമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഈ ടി ജി മോഹൻദാസ് എന്ന് പറയുന്ന അത്രയും പ്രായമുള്ള ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് യോജിക്കുന്ന രീതിയിലാണോ ആ പ്രസ്താവന നടത്തിയത് എന്ന് നിങ്ങൾക്ക് ഒന്ന് പറയാൻ പറ്റുമോ? അതാണോ ഒരു പാർട്ടിയുടെ പ്രധാനപ്പെട്ട ആളായിട്ട് നിൽക്കുന്ന ഒരാൾ, ഒരു പൊതുപ്രവർത്തകൻ, ഒരു സമൂഹത്തിനോട് പറയേണ്ട വാക്കുകളാണോ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്? അങ്ങനെയാണോ ചെയ്യേണ്ടത്? അദ്ദേഹം പറയുന്നത് എന്താണ്? അദ്ദേഹത്തിന് അധികാരം കിട്ടിയാൽ കർഫ്യൂ പ്രഖ്യാപിക്കും, 3 തവണ പറയും, വെടിവെക്കുമ്പോൾ കുറെ പേർ മരിക്കും, കുറെ പേർക്ക് അംഗഭംഗം സംഭവിക്കും, കുറെ പേരെ എടുത്ത് ആ ജഡങ്ങളൊക്കെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അതൊന്ന് അവിടെ നിൽക്കട്ടെ. രണ്ടാമതായി അദ്ദേഹം പറയുന്നത് എന്താണ്? അവിടുത്തെ വിദ്യാർത്ഥിനികൾ, അതായത് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നമ്മൾ സഹോദരിമാരെക്കാൾ കാണുന്ന നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥിനികൾ, ആ വിദ്യാർത്ഥിനികൾ എന്ന് പറയുന്നവർ, സമരം ചെയ്യാൻ വന്നവർ, അവിടെ ബലാത്സംഗം നടക്കും, അവരാരും വെളിയിൽ പറയത്തില്ല, ബലാത്സംഗമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ്. ഒരു സാമാന്യ ലോജിക്കുള്ള ഒരു മനുഷ്യൻ, ഈ ചാനലൊക്കെ ഒരുപാട് പേര് കാണുന്നതല്ലേ, ആർക്കെങ്കിലും അത് അംഗീകരിക്കാൻ പറ്റുമോ? നമ്മുടെ വീട്ടിലെ പെൺകുട്ടികളെ ആയിക്കോട്ടെ, നമ്മുടെ നാട്ടിൽ നമ്മൾ അമ്മമാരെയും പെങ്ങന്മാരെയും ഒക്കെ ബഹുമാനിച്ചു പോകുന്നവരല്ലേ നമ്മളെല്ലാം അങ്ങനെയല്ലേ നമ്മൾ പൊതുപ്രവർത്തനം നടത്തുന്നത്? അങ്ങനെയുള്ള ഒരാൾക്കെതിരെ ഈ പോലീസ് അതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ മുന്നിൽ ഒരുപാട് കേസുകൾ വരികയാണ്. സ്വാഭാവികമായിട്ടും അന്വേഷണം നടത്തണ്ടേ? സ്വാഭാവികമായിട്ടും അയാളെ കസ്റ്റഡി എടുക്കണ്ടേ? അവിടെ കേരള പോലീസിന് എന്താണ് പാകപ്പിഴ പറ്റിയത്? അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുത്തു, അദ്ദേഹത്തിന് ഇപ്പം ജാമ്യം കൊടുക്കുന്നു, അദ്ദേഹത്തെ വെറുതെ വിട്ടു എന്നുള്ള രീതി വ്യാഖ്യാനിക്കരുത്. അദ്ദേഹത്തിന്റെ പ്രായത്തിന്റെ ആരോഗ്യാവസ്ഥയുടെയും കാര്യത്തിൽ ഉള്ളതുകൊണ്ട് അദ്ദേഹം 3 ദിവസം തുടർച്ചയായി ഹാജരാകണമെന്നും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ജാമ്യത്തിൽ കഴിയുന്ന കാലയളവിൽ ഇനിയും കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കരുതെന്നും സാക്ഷികളെ സ്വാധീനിക്കരുതെന്നും ഒക്കെ പറഞ്ഞ് ഡിമാൻഡോട് കൂടിയാണ് വെയിൽ അനുവദിച്ചിരിക്കുന്നത്. അല്ലാതെ അദ്ദേഹത്തിന്റെ കുറ്റകൃത്യത്തിനാക്കി മോഹൻദാസ് വീട്ടിലേക്ക് പോക്കോ, ഇനി ഇത് ആവർത്തിച്ചോ എന്ന് പറഞ്ഞ് കേരളത്തിലെ ബഹുമാനിത കോടതി വിട്ടതല്ല. അത് മനസ്സിലാക്കണം. പക്ഷേ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും വന്ന തെറ്റ് അത് തിരുത്തേണ്ട ആളുകൾ തന്നെ അദ്ദേഹത്തെ ന്യായീകരിക്കാൻ വേണ്ടി കാണിക്കുന്ന ഈ വ്യഗ്രതയുണ്ടല്ലോ, അത് ശരിയല്ല. അത് ഏത് പൊതുപ്രവർത്തക രംഗത്ത് നിൽക്കുന്നവരായാലും അവർ കാണിക്കുന്ന തെറ്റാണ് എന്ന് അദ്ദേഹത്തിനോട് മുഖത്ത് നോക്കി പറയുന്നിടത്താണ് ജനാധിപത്യമുള്ളത്. അദ്ദേഹത്തിനോട് പറയണം, അദ്ദേഹം ചെയ്തത് ശരിയല്ല. അവിടെയാണ് രാഷ്ട്രീയ പാർട്ടി ഉള്ളത്. അവർ ഏത് പാർട്ടിയും ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, സംഘപരിവാർ ആയിക്കോട്ടെ, ഏത് പാർട്ടിയും ആയിക്കോട്ടെ, അവർ പറയണം നിങ്ങൾ ചെയ്തത് ശരിയല്ല, നിങ്ങൾ ചെയ്ത് ആവർത്തിക്കരുത് എന്ന് താക്കീത് കൊടുക്കുവാനുള്ള. കോൺഗ്രസിന്റെ നേതാക്കൾ അങ്ങനെ പറയാറുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ സമസ്ത എന്ന് പറയുന്ന സംഘടന, ഞാനൊരു ഉദാഹരണം പറയുകയാണ്. ഈ സമസ്തയുടെ നേതാക്കൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ സ്ത്രീവിരുദ്ധ തന്നെ പറയുന്ന സംഘടനയാണ്. അന്ന് എന്തേ ഒരു കോൺഗ്രസിന്റെ ആരും ഒരു നല്ല പ്രതികരണം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. സമസ്ത അങ്ങനെ പറയുന്ന സംഘടനയാണെങ്കിൽ സമസ്തയുമായി ബന്ധപ്പെട്ട് താങ്കൾ കേസ് കൊടുക്കണമെന്നേ. അല്ല, നിങ്ങൾക്ക് അപ്പൊ പരാതി ഇല്ല അതിനകത്ത്? സമസ്തയുടെ നേതാക്കൾ പറയുന്ന ഇത്തരം പച്ചയായ ഇതൊക്കെയാണോ ന്യായീകരിക്കുന്നത്? അത് ചോദ്യമാണ്. ഞാനൊരു ഉദാഹരണം, ഞാൻ സമസ്തക്കാർ മാത്രം സ്ത്രീവിരുദ്ധത പറഞ്ഞതല്ല, പക്ഷെ സമസ്തയുടെ ആളുകൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ പച്ചയായ സ്ത്രീവിരുദ്ധത പറയുകയാണ്. ഒരു പരാതിയും കോൺഗ്രസ്സുകാർ കൊടുത്തിട്ടില്ല, ഒരു നടപടി എടുത്തിട്ടില്ല ഇതുവരെ.
അല്ല എന്താണ് എന്ത് പറഞ്ഞതുമായി ബന്ധപ്പെട്ടാണ്? കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ മുന്നിൽ ഇപ്പോഴുള്ള ഗവൺമെന്റിന്റെ മുന്നിൽ അങ്ങനെയുള്ള ഏത് കേസാണ് കാണിക്കാനുള്ളത്? ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. അല്ല യുവരാജ്, ഒറ്റ കാര്യം പറയട്ടെ, ഞാൻ പറയുന്നത് മനസ്സിലാക്കണം. ഈ ഗവൺമെന്റിന്റെ മുന്നിൽ ഈ 3 മാസമായ ആഭ്യന്തര വകുപ്പിന്റെ മുന്നിൽ ഉണ്ടായ കേസ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞുതരാം. ഒരു സെക്കൻഡ് എനിക്ക് തരൂ, ഞാൻ പറഞ്ഞുതരാം. ഒറ്റ സെക്കൻഡ് എനിക്ക് തരൂ, ഞാൻ പറഞ്ഞുതരാം. ഈ കഴിഞ്ഞ 3 മാസത്തിനകത്തല്ല, ഈ കഴിഞ്ഞ 3 ആഴ്ചക്കകത്തുള്ള ഒരു സംഭവം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ശരി, ഞാൻ അതാണ് ആദ്യമേ പറഞ്ഞത്. രജന്, ഒരു വിഷയത്തിനകത്തുള്ള പൊളിറ്റിക്കൽ കറക്റ്റ്നെസിനെ കുറിച്ചിട്ട് നമുക്ക് ചർച്ച നടത്താം. ആ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിലുള്ള ചില വിഷയങ്ങളിൽ നമുക്ക് യോജിക്കുകയും വിയോജിക്കുകയും ചെയ്യാം. ആ അല്ലല്ല, ഞാൻ പറഞ്ഞോട്ടെ. ഇപ്പൊ ടി ജി മോഹൻദാസ് സാറ് പറയും, താങ്കൾ ടി ജി മോഹൻദാസിനെ അങ്ങേയറ്റം ഏതാണ്ട് സ്വാതന്ത്ര്യ സമര സേനാനിയെ പോലെ വലിയ വായി പുകഴ്ത്തുകയും ആ ഒരു വശം മാറ്റി നിർത്തിക്കൊണ്ട് അതേ നാവ് കൊണ്ട് തന്നെ തിരിച്ചു പറയുകയും ചെയ്യുന്നത് എന്തിനാണ്? അല്ല, ഞാൻ എന്ത് തിരിച്ചു പറഞ്ഞു? രജനെ എന്നെ പറഞ്ഞു, ഞാനൊന്ന് ചോദിച്ചോട്ടെ. അങ്ങയുടെ മുമ്പിൽ ഒരു കേസ് ഞാൻ കാണിച്ചു തരാം. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറയുന്നതിന് അങ്ങ് അക്ഷമ കാണിക്കാതിരിക്കും. ഞാൻ ആ വിഷയം ഒന്ന് പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞത് പൊളിറ്റിക്കൽ കറക്റ്റ്നസ് വിഷയത്തിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യോജിക്കുകയും വിയോജിക്കുകയും ചെയ്യാം. ഇവിടെ 2 ആഴ്ച രജനെ ഒന്ന് അടങ്ങുമെന്ന് ഞാൻ പറയട്ടെ. രജന ഇങ്ങനെ ഭയക്കാരൻ, ഞാൻ പറയട്ടെ. അല്ല, താങ്കൾ പിന്നെ ഇങ്ങനെ ബഹളം വെക്കുന്ന എന്തിനാ? ഞാനൊന്ന് പറഞ്ഞു തീർക്കാൻ അങ്ങ് അനുവദിക്കുന്നില്ലല്ലോ. ചാനൽ ഫ്ലോറിൽ നിന്ന് ഇറങ്ങി നാളെ സമരമുഖത്തേക്ക് പോകുമ്പോ താങ്കൾ യുവമോർച്ച എന്ന് പറയുന്ന സംഘടനയൊക്കെയായി ബന്ധപ്പെട്ട് സമരമുഖത്തേക്ക് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോ ഏതെങ്കിലും കോൺഗ്രസ്സുകാരോ വേറെ ഏതെങ്കിലും പാർട്ടിക്കാരോ താങ്കളുടെ സംഘടനയെ പറ്റിയ ആളുകളെ പറ്റി അല്ലെങ്കിൽ അതിനകത്തെ വനിതാ പ്രവർത്തകരെ പറ്റി ഇങ്ങനെ ചാനൽ ഫ്ലോറിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ വന്ന് ഇന്ന് പറയുമ്പോ താങ്കൾ പറയുമോ അയാൾക്ക്? അത് വിടൂ. അല്ല, അത് ഞങ്ങൾക്ക് പ്രതികരിക്കാൻ അറിയാം. അത് ഞങ്ങൾ പ്രതികരിച്ചോളാം. അത് വിടൂ. രജിൻ എന്നോട് ചോദിച്ച വിഷയത്തിനല്ല ഞാൻ ഉത്തരം പറയുന്നു. അപ്പൊ അത് കേൾക്കാൻ താല്പര്യം കാണിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? അല്ലല്ല, രജിനെ അങ്ങ് ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയുകയാണ്. ആ ഉത്തരം പറയാനുള്ള കേൾക്കാനുള്ള ക്ഷമ അങ്ങക്കില്ലെങ്കിൽ അങ്ങക്ക് ഭയമാണ് എന്നല്ലാണ്ട് പിന്നെ ഞാൻ എന്താണ് പറയാ? അങ്ങ് ഇപ്പോഴും എന്റെ ചോദ്യം കേൾക്കാനുള്ള ഭയം കാരണമാണ് അങ്ങ് ഈ ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങ് ചോദിച്ചത് ഈ 3 മാസത്തിനകത്തുള്ള ഒരു കേസാണ് ഞാൻ ചോദിച്ചത്. നോക്കൂ, ഇവിടെ ജാൻമണി എന്ന് പറയുന്ന ഒരു വ്യക്തി, രജന ഒന്ന് അടങ്ങോ? അല്ല, രജന ബഹളം വെച്ച് എത്ര ബഹളം വെച്ചാലും രജന നിശബ്ദമാകുന്ന സമയത്ത് ഞാൻ ഈ ചോദ്യം ചോദിച്ചിട്ടേ പോകും. രജന ഉത്തരം പറയേണ്ടിയും വരും. അതുകൊണ്ട് രജന ബഹളം വെച്ചോ. കഴിഞ്ഞോ? യുവരാജെ, ഈ പറയുന്ന താങ്കൾ പറയുന്ന പോലെ ടി ജി മോഹൻദാസുമായി ബന്ധപ്പെട്ട് അതേ രീതിയിലുള്ള കേസ് ഏത് പോലീസ് സ്റ്റേഷനിലാണ് രജിസ്റ്റർ ചെയ്തത്? പറയൂ. ഞാൻ പറഞ്ഞുതരാം. പറയാൻ സമ്മതിക്കാതിരുന്ന പിന്നെ എന്താ ചെയ്യാ? പറയാൻ സമ്മതിക്കാതിരുന്നാൽ എന്താ ചെയ്യാ? നോക്കൂ, ഇന്ത്യൻ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ അച്ഛൻ മരിച്ചുപോയി 3 വർഷത്തിന് ശേഷമാണ് ജനിച്ചതെന്നും അച്ഛനില്ലാതെ ജനിച്ച ഒരു കുട്ടിയാണ് എന്നും പറഞ്ഞിട്ട് കേരളത്തിൽ നിന്നിട്ട് നിങ്ങളോടൊപ്പം രാഷ്ട്രീയമായി സഹചരിക്കുന്ന ഒരു വ്യക്തി പറഞ്ഞതിന്റെ പേരിൽ കേരളത്തിൽ 65-ലധികം പോലീസ് സ്റ്റേഷനുകളിൽ പരാതി കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ആഭ്യന്തര വകുപ്പ് ഒരു FIR ഇടാൻ വേണ്ടിയിട്ട് പോലും തയ്യാറാകുന്നില്ല. ഒടുവിൽ കോഴിക്കോട് മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള നവ്യ ഹരിദാസ് കൊടുത്ത കേസിനകത്ത് സൈബർ പോലീസ് FIR എടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? ഒരു സ്ത്രീയാണ് അവിടെ അപമാനിക്കപ്പെട്ടിരിക്കുന്നത്. 100 വയസ്സ് വരെ ജീവിച്ച് ഏറ്റവും നന്നായിട്ട് ജീവിച്ച് അയൽ വീടുകളിൽ പാത്രം കഴുകി അവിടുത്തെ തറ തുടച്ച് അവിടെ തുണി അലക്കി ഒരു മകനെ അല്ലെങ്കിൽ തന്റെ കുടുംബത്തിനെ പോറ്റി വളർത്തിക്കൊണ്ടുവന്ന ഒരു പാവപ്പെട്ട സ്ത്രീയെ കുറിച്ചിട്ട് ഇത്രയും പച്ചയായ അനാവശ്യം ഈ കേരള സംസ്ഥാനത്തിനകത്ത് പറഞ്ഞിട്ട് അതും എന്റെയും രജിന്റെയും കൂടിയുള്ള പ്രധാനമന്ത്രിയുടെ അമ്മയെ കുറിച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ട് പോലീസ് കേസെടുത്തിട്ട് നിങ്ങൾ എന്തുകൊണ്ട് FIR രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസാണ് എന്തുകൊണ്ട് ചെയ്യുന്നില്ല? നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിക്ക് കീഴടങ്ങി ഭരിക്കുന്ന ഒരു സർക്കാരാണെന്നേ, നിങ്ങൾക്ക് നട്ടല്ലില്ലെന്നേ, അതുകൊണ്ടാണെന്നേ, അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല. നിങ്ങൾ ഒരു കേസ് പറഞ്ഞു തരാൻ പറഞ്ഞു, ഞാൻ നിങ്ങളടുത്ത് ഒരു കേസ് പറഞ്ഞു തന്നു. എന്തുകൊണ്ട് നിങ്ങളുടെ സർക്കാർ കേസെടുക്കാൻ തയ്യാറാകുന്നില്ല? അല്ലെങ്കിൽ നിങ്ങൾ അത് എന്തുകൊണ്ട് മുമ്പോട്ട് പോകാൻ തയ്യാറാകുന്നില്ല? 65-ലധികം പോലീസ് സ്റ്റേഷനുകളിൽ പരാതി കൊടുത്തിട്ടുണ്ട് രജനെ. നിങ്ങളുടെ കേരള പോലീസിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ തൊഴുത്തിലേക്ക് കൊണ്ട് കെട്ടിയിരിക്കുകയാണ് നിങ്ങൾ. അതുകൊണ്ട് ഞാൻ രജനിലേക്കും ഗോകുലിലേക്കും വരാം.